ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ ഓറക്കിൾ ഡെക്ക് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആദ്യത്തെ കാർഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നിറവേറ്റേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവർ കാണുന്നതാണ്. ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കും അറിയായിരിക്കാം ആ ഒരു കാര്യത്തെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. എസ്കേപ്പ് എന്ന സെക്കൻഡ് കാർഡ് പറയുന്നത് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രണത്തിലല്ലാതെ വന്നപ്പോൾ, വഷളായപ്പോൾ എന്ന് പറയില്ലേ, അപ്പോഴാണ് ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അവരുടെ ഉയർച്ചയ്ക്ക്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അവരുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തടസ്സമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതെന്ന് അവർ സമ്മതിക്കുകയാണ്. ഓവർവെൽമഡ്, ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ് മീ. ഇതിൽ നിന്നുള്ള സമ്മർദ്ദം എന്നെ തളർത്തുന്നു എന്നവർ പറയുകയാണ്. ഈ സെപ്പറേഷനിൽ നിന്ന് അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് റിഗ്രറ്റ് എന്നാണ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇങ്ങനെയുള്ള സെപ്പറേഷൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയാണ്. ഇതൊരിക്കലും സംഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർ ചെയ്തിട്ടുള്ള തെറ്റ് മൂലമാണെന്ന് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ റിഗ്രറ്റ് ആയിട്ട് പറയുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സംഭവിച്ചു പോയി എന്ന് പറയാണ്. ഡാമേജ്, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നുവെന്ന് അവർ പറയുകയാണ്. നിങ്ങൾ വേദനിക്കുന്നത് അവരറിയുന്നുണ്ട്, അവർക്കും അത്രയേറെ വേദനയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കും അറിയാമായിരിക്കാം. നെക്സ്റ്റ് കാർഡ് മെന്റ് എന്നാണ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഈ ഒരു കണക്ഷൻ ശരിയാക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങളുടെ കൂടെയുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ കണക്ഷൻ ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. റിമൈനൈസിങ്, ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷത്തിൽ നിങ്ങൾ പങ്കിട്ടിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെ അവർക്ക് മിസ്സായിട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് അവർക്കിപ്പോൾ നഷ്ടമായി എന്ന് അവർ തിരിച്ചറിയുന്നത്. ഇറിപ്ലേസബിൾ, ദ വേ യു ലവ് ക്യാൻ നൗ ബി മാച്ച്ഡ്. നിനക്ക് പകരമാവാനായിട്ട് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാനായിട്ട് ഇരുന്നിട്ടുള്ളത് നിന്റെ അടുത്താണ് എന്നവർ പറയാണ്. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ വേറെ എവിടെയും അവർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാ പറയുന്നേ. അവരായിട്ട് കണ്ടിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. അവരിലെ പോരായ്മകളെ, അവരിലെ നെഗറ്റീവിനെ എല്ലാം കണ്ടിട്ട് പ്രണയിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. ഒരു വ്യക്തിക്ക് നല്ല വശങ്ങൾ മാത്രമല്ല ഉള്ളത്, നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. അവരെന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ അവരെ എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു അത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങളെ അങ്ങനെ വിട്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. പുതിയ ഒരു ബന്ധമായിട്ട് അവർക്ക് വേണം എന്ന് പറയാണ്. തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ള കാര്യത്തിലാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത് നോക്കണ്ടേ? നോക്കാം. നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഒരൊക്കെ ഡെക്കിലൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ചേസർ എന്നാണ് ആദ്യത്തെ കാർഡ്. ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ. നിങ്ങൾ പറയുന്നത് എനിക്കിനി പിന്തുടരാൻ താല്പര്യമില്ല എന്നാണ്. നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിരുന്നു, അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, മെസ്സേജ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു, പിന്നാലെ പോയിട്ട് മടുത്തു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് താല്പര്യമില്ല, ഞാൻ ആരെയും ചേസ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. സെക്കൻഡ് കാർഡ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. ഇവിടെ അഭിനയിക്കേണ്ട സമയത്ത് ഞാൻ അഭിനയിച്ചില്ല എന്ന് പറയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിന്നിട്ടുള്ളത്. അവരെ പോലെ അഭിനയിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നവരെല്ലാം ഇന്ന് ജീവിതത്തിൽ മുന്നേറി പോയിട്ടുള്ളൂ അല്ലേ? ഇവിടെ നമുക്ക് അഭിനയിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഭിനയിക്കേണ്ടവർ അഭിനയിച്ചിട്ട് പൊക്കോട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, അവരെ സ്നേഹിച്ചിട്ടുള്ളതെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഹാബിറ്റ്സ്, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഇവിടെ നിങ്ങൾ പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും മാറോ എന്ന് എനിക്കറിയില്ല. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാറ്റം വരുത്തുമോ എന്നാണ് നിങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് റിഫ്ലക്ഷൻ എന്നാണ്. ബീങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എനിക്ക് വ്യക്തത നേടാനായിട്ട് സാധിച്ചു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും പരിഹരിക്കാനും ഉണ്ടെന്ന് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ സ്നേഹത്തോടു കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കാനുണ്ടെന്നാണ്. ഷാഡോ സൈഡ്, യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. ഇവിടെ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി തന്ന നീയാണെന്ന് നിങ്ങൾ പറയുകയാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ തന്നെയാണ് നിങ്ങളുടെ കഴിവെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇടവന്നിട്ടുള്ളത്. ഇവിടെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആ ഒരു സമയത്ത് നിങ്ങളെക്കാളും എന്തുകൊണ്ടും ഉയർച്ചയിൽ നിന്നിട്ടുള്ളത് അവരാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. ആ പോരായ്മകളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ സെപ്പറേഷൻ നോ കോണ്ടാക്ട് ആണെന്ന് നിങ്ങളിപ്പോൾ പറയാണ്. റിവീൽ, ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. ഇവിടെ നിങ്ങൾക്ക് അവരോട് ഒരു രഹസ്യം പറയാനുണ്ട്, സത്യം പറയാനുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചായിരിക്കാം ഇവിടെ നിങ്ങൾ അവരോട് ഒരു സത്യമായിട്ട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് റിയൂണിയൻ. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഇവിടെ നമ്മൾ എപ്പോഴും തിരിച്ചു വരുമെന്നാണ്, നിങ്ങൾ ഒന്നു ചേരുമെന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരുടെ തിരിച്ചുവരവിന് തന്നെയാണ്. പക്ഷെ നിങ്ങളെ ചേസ് ചെയ്തു പോകുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. അവരെ ഒരു തരത്തിലും ശല്യം ചെയ്യാതെ നിങ്ങളുടെ പ്രോഗ്രസ്സുമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ പോവാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. ഇന്ന് ഒറക്കിൾ ഡെക്കേ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനും ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യവും നിങ്ങൾ അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ഇന്ന് ഒറക്കിൾ ഡെക്കിലൂടെ നോക്കിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.